അങ്ങനെ ഇതാ നേരെ നമ്മൾ സൈമൺസ് ഐ ഹോസ്പിറ്റലിൽ ഇതാ കുറ്റിയാടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഇതാ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം റിസപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇതാ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പവർ ചെക്ക് ചെയ്തതിന് ശേഷം എന്താ നമ്മൾ നേരെ പോകുന്നത് കണ്ണിന് കാഴ്ച കുറവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലെൻസും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി വെച്ച് നോക്കിയതിന് ശേഷം എന്താ നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് നമ്മളോട് മനസ്സിലാക്കി തരും. അത് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ഇതൊരു ഐ ഹോസ്പിറ്റലാണെങ്കിലും കൂടി നമുക്ക് അവിടുത്തെ ഇൻറ്റീരിയൽ വർക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് കിട്ടുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ മെയിനായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് എല്ലാ പ്രശ്നങ്ങളും നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം നേരെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ ഡോക്ടർ വരുൺ സാറായിരുന്നു എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ കാര്യം പറയുകയാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനുള്ള സൊല്യൂഷനൊക്കെ ഡോക്ടർ നല്ലോണം പറഞ്ഞു തരുന്നുമുണ്ട്. അപ്പോൾ ഹീസ് എ ലൈക്ക് ഗുഡ് ഫ്രണ്ട്. അവിടുത്തെ സ്പെക്സിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്കൊരു പ്ലെയിൻ ഗ്ലാസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പ്ലെയിൻ ഗ്ലാസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കളക്ഷൻസ് തന്നെ ഉള്ളത് കൊണ്ട് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അവസാനം ഞാനും ഒരു പ്ലെയിൻ ഗ്ലാസ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം എന്താ നേരെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓഫറും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അതായത് എൻ്റെ പേജായ നന്ദന എം എന്ന് പറഞ്ഞ പേജും അവരെ പേജായ സൈമൺസ് ഐ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പേജും ഫോളോ ചെയ്യുക. 3 പേർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടമുള്ളൊരു കമൻറ്റ് ഉണ്ട്. ആ കമൻറ്റ് ഇടുന്നതിന് ഞങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആ സെലക്ട് ചെയ്യുന്നത് ഒരാൾക്ക് ഞങ്ങൾ ഒരു എമൗണ്ട് GPay ചെയ്യുന്നതാണ്. നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ അന്നാണ്. അപ്പോൾ ആരും ഈ റൂൾസ് ഒന്നും മറക്കേണ്ട.